വൻകിട പ്രത്യാരോപണങ്ങളുടെ ഒരു തെരഞ്ഞെടുപ്പ് കൂടി. വോട്ടിംഗ് ദിനവും അതിന് യാതൊരു പഞ്ഞവുമില്ല. മുനവെച്ച വാക്കുകളുമായി തന്നെയാണ് മൂന്ന് മുന്നണികളുടെയും നായകന്മാർ. ഏതായാലും ചിലരുടെ അതിമോഹം തകർന്നടിയുമെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അഭിപ്രായപ്പെട്ടത്. എവിടെ ചെന്നാലും മുഖ്യമന്ത്രിയെ സ്വീകരിക്കാൻ സമ്പന്നന്മാർ നിരന്നു നിൽക്കുകയാണെന്ന് മുല്ലപ്പള്ളി രാമചന്ദ്രൻ ആരോപിച്ചു. അതേസമയത്ത് കേരളത്തിൽ നിന്ന് ജയിക്കുന്ന 20 പേരും രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയാക്കാനായി കൈപൊക്കുന്നവരായിരിക്കുമെന്ന് AK ആന്റണിയും പറഞ്ഞു. ഈ തെരഞ്ഞെടുപ്പ് ചിലരുടെയൊക്കെ അതിമോഹം തകർന്നടിയുന്ന തെരഞ്ഞെടുപ്പാണ്. ഉത്തരേന്ത്യയിൽ വർഗീയ ചേരിതിരിവും വംശഹത്യയും വർഗീയമായ കലാപങ്ങളുമൊക്കെ സംഘടിപ്പിച്ചവർ ഇവിടെ വന്ന് റോഡ് ഷോ നടത്തി ആളുകളെ അവരുടെ പാട്ടിലാക്കാമെന്ന് ധരിച്ചിരുന്നു. അത് തകർന്നടിയുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ നമുക്ക് കാണാനാവും. മുഖ്യമന്ത്രി BJPയെയും കോൺഗ്രസിനെയും ലക്ഷ്യം വെച്ചപ്പോൾ മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ ഉന്നം മുഖ്യമന്ത്രിയായിരുന്നു. കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഇടതുപക്ഷ ഗവൺമെന്റ് ദുർഭരണം അതിന് ശക്തമായ താക്കീത് കൊടുക്കാൻ കിട്ടിയ ഒരവസരമായിട്ടാണ് ഈ തെരഞ്ഞെടുപ്പിനെ കേരളത്തിലെ ജനങ്ങൾ നോക്കിക്കാണുന്നത്. AK ആന്റണിക്ക് ഒരു കാര്യം ഉറപ്പാണ്. കേരളത്തിൽ നിന്ന് ജയിക്കുന്ന 20 പേരും രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയാക്കാൻ കൈപൊക്കും. രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയാക്കാൻ കൈവെക്കാൻ തയ്യാറുള്ള MPമാരായിരിക്കും കേരളത്തിൽ നിന്നും ലോക്സഭയിലേക്ക് തെരഞ്ഞെടുപ്പായി പ്രഖ്യാപിക്കാൻ പോകുന്നത്. ജയിക്കുന്ന എല്ലാവരും UDFകാർ തന്നെ ആയിരിക്കുമെന്ന് AK ആന്റണി തെളിച്ചു പറഞ്ഞില്ലെങ്കിലും രമേശ് ചെന്നിത്തല ആസ്വദിച്ചു കാണുന്നത് 2020 UDFന് ഇത്തവണ 2020 അടിക്കും എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രതീക്ഷ. കേരളത്തിൽ രാഹുൽ തരംഗം തന്നെ ആഞ്ഞടിക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പിന്റെ അജണ്ട നിശ്ചയിച്ചത് BJP ആണെന്ന കാര്യത്തിൽ ശ്രീധരൻ പിള്ളയ്ക്ക് അല്പം പോലും സംശയമില്ല. ഞങ്ങളുടെ സാധ്യതകൾ അനന്തമായ സാധ്യതകളായി മാറിയിരിക്കുന്നു. 2 അജണ്ട സെറ്റ് ചെയ്യാൻ ആ അജണ്ടയിൽ 2 മുന്നണികളും മറുപടി പറയാൻ നിർബന്ധിതരായിരിക്കുന്നു. ഒട്ടേറെ സീറ്റുകൾ ജയിക്കാനുള്ള സാധ്യതയുണ്ട്. നരേന്ദ്രമോദി സർക്കാർ താഴെയിറങ്ങുമെന്ന് ഉറപ്പിക്കുകയാണ് മുസ്ലിം ലീഗ്. UDF വളരെ ഭൂരിപക്ഷത്തോടെ വിജയിക്കും എന്നതാണ് ഞങ്ങളുടെ കണക്ക്. പ്രതീക്ഷകളുടെ കാര്യത്തിൽ ആരും പിന്നിലല്ലെങ്കിലും മഹാത്ഭുതത്തിനായി കാത്തിരിക്കാനായിരുന്നു CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ ആഹ്വാനം. ചില അത്ഭുതങ്ങൾ ഇത്തവണ ഉണ്ടാകും എന്നത് വ്യക്തമാണ്. അതിന്റെ സൂചനകളും ഇപ്പോൾ ഇലക്ഷന്റെ ഭാഗമായിട്ടും പോളിംഗ് ദിവസവും പ്രകടമായി പുറത്തു വന്നിട്ടുണ്ട്.